കർക്കിടകത്തെ നന്മ കർക്കിടകമാക്കുവാൻ കർമ്മങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ ഓരോ ദിവസത്തെയും കൂടുതൽ കൂടുതൽ കർമ്മപ്രേരിതമാക്കുകയാണ് ഓരോരുത്തരും. അതിനൊപ്പമാണ് അമൃത ടെലിവിഷനും. കഴിഞ്ഞ ജൂൺ മാസത്തിലെ 16 ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ കൈലാസ് മാനസരോവര യാത്ര ഇനി ഇതാ ഈ കർക്കിടക നാളിൽ മുഴുവനും ഓരോ ദിവസത്തിൻ്റെയും വൈകുന്നേരങ്ങളിൽ കാഴ്ചയുടെ വിസ്മയമായി പുണ്യമായി ഏറ്റവും മനോഹരമായ ഏറ്റവും സാഹസികമായ തീർത്ഥയാത്രയുടെ ദൃശ്യങ്ങളായി നിങ്ങളിലേക്കെത്തും. എട്ട് വരെ രാജകീയ ഭരണം നിലനിന്നിരുന്ന ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്താണ് നാം നിൽക്കുന്നവർക്ക് ജനാധിപത്യം കടന്നു വന്നിട്ട് ജനാധിപത്യം എന്ന സമ്പ്രദായവുമായി ഇവിടുത്തെ ജനങ്ങൾ പരിചിതമായി വരുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പഴയ കാഴ്ചകളിലെ ആ രാജകീയ സ്പർശം തീർത്തും വിട്ടുപോയിട്ടില്ല. രാജാവിനോടുള്ള മമത, രാജകീയ സങ്കല്പങ്ങളോടുള്ള പ്രീതി, അതൊക്കെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഇവിടെ ഇതാ ഈ ക്ഷേത്രഭൂമിയിൽ നമുക്ക് പറയുവാനുള്ളതും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. ആ കാലഘട്ടത്തിൽ ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, മാറുന്ന ജീവിത രീതികളുടെ സ്പന്ദനമുണ്ട്. 5 തട്ടുകളുള്ള നാരായണമൂർത്തി ക്ഷേത്രത്തെയാണ് ഇതിനു മുൻപ് നാം കണ്ടത്. 2 തട്ടുകളിലായി പ്രത്യേക രീതിയിൽ ദശാവതാര രൂപങ്ങൾ ചാർത്തിയ ശിലകളോടുകൂടിയുള്ള ക്ഷേത്രഭൂമി. അവിടെ 5 പടവുകളാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും ഏറെ ഉയരെ ഏതാണ്ട് 8 പടവുകൾ അല്ലെങ്കിൽ 9 പടവുകളോളം ഉണ്ട്. അല്ലെങ്കിൽ 9 തട്ടുകൾക്ക് മുകളിലായി 4 നിലകളോടുകൂടിയുള്ള ക്ഷേത്രഭൂമിയാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ 3 പഗോഡകൾ എന്ന രീതിയിൽ 3 കാണുന്നുള്ളൂ എങ്കിൽ താഴെ മറ്റൊരു തട്ട് ഇവിടെ നിന്ന് കാണുവാനുമാകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മഹാദേവ ക്ഷേത്രമാണ്, ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് പറഞ്ഞത്, കാലഘട്ടത്തിൻ്റെ ചില സങ്കല്പങ്ങളും കഥകളും ഇവിടെ പറയാനുണ്ട് എന്ന്. പടവുകൾ കയറി മുകളിലേക്ക് ചെന്ന് നോക്കാം നമുക്ക്. പടികളിലേറി ഈശ്വരനെ കാണുക നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളികൾക്ക് ഏറെ ഭക്തി നൽകുന്നൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് 18 പടവുകൾ ചവിട്ടി ശബരിമല അയ്യപ്പനെ കാണുവാൻ നാം ധൃതി കൂട്ടുന്നത്. പടിയാറും കടന്ന് വൈക്കത്തപ്പനെ കാണുവാനും നാം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ഇതാ 32 പടികൾ കടന്നാണ് നാം മഹാദേവ സങ്കല്പം മഹാദേവ ക്ഷേത്രഭൂമിയിൽ എത്തുന്നത്. പഗോഡകൾക്ക് സമാനതകളുണ്ട്, അല്ലെങ്കിൽ പഗോഡ എല്ലാം ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തന്നെ തോന്നുന്നു എങ്കിലും ഓരോ ക്ഷേത്രഭൂമികളിലെയും വിശ്വാസങ്ങൾക്കനുസരിച്ച് അവിടെ നിലകൊള്ളുന്ന മൂർത്തിക്കനുസരിച്ച് ശില്പങ്ങളിലും ശില്പഭംഗികളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ച ഏത് രാജാവാണോ ആ രാജാവിൻ്റെ രാജകീയ മുദ്രകളും കൂടി ഒത്തുചേരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ച പൂർണ്ണമാകുന്നു. ഇവിടെ മഹാദേവ സാന്നിധ്യം മജുദേഗ എന്ന സങ്കല്പം, അതായത് മഹാദേവ എന്ന നമ്മുടെ പ്രയോഗത്തിൻ്റെ ഒരു നേപ്പാളി പ്രയോഗമാണ് മജുദേഗ എന്ന് നമുക്ക് മനസ്സിലാകാം. മജുദേഗ മഹാദേവൻ തന്നെയാണ്, മഹാദേവ സങ്കല്പമാണ് ഇവിടെ പ്രാർത്ഥന നിമഗ്നമായ ഭാവത്തിൽ, ധ്യാന നിമഗ്നമായ ഭാവത്തിൽ നമുക്ക് ദർശനം നൽകുന്നത്. ഇവിടെ ഈ 3 തട്ടുകളിലുമായുള്ള ശില്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ശില്പങ്ങളിലെല്ലാം നമ്മുടെ ചില ക്ഷേത്രങ്ങളിലെ നമസ്കാര മണ്ഡപത്തിലും അതുപോലെ തന്നെയുള്ള കൊത്തുപണികളിലുമൊക്കെ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പല ഭാവങ്ങളെ വ്യക്തമായി കാണിക്കുന്നു എങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ശില്പങ്ങളും രൂപങ്ങളുമാണ് ഇവിടെയുള്ളത്. മജുദേഗ ക്ഷേത്രം നിർമ്മിച്ചത് 1690 എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭൂപതേന്ദ്രമല്ല എന്ന രാജാവിൻ്റെ അമ്മ റിക്സി ലക്ഷ്മി എന്ന റാണിയാണത്രേ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. 1692
ലിഖിതം ഉള്ള, അതായത് 1692 എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലിഖിതം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ലിഖിതം. ഈ ലിഖിതത്തിൻ്റെ സൂചന പ്രകാരമാണ് 1690 ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കുവാനാകുന്നത്. എന്നാൽ ഏറ്റവും അടുത്ത് പുനർനിർമ്മാണ പ്രവർത്തനം നടന്നത് 1934 മജുദേഗ രാജമാതാവ് നിർമ്മിച്ചത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് മജുദേഗ എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ മഹാദേവ എന്ന നാമവുമായല്ല, രാജകീയമായ ചില ബന്ധങ്ങളാണ് ഈ നാമത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാം. ക്ഷേത്രം പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കാറ്. ഈ ക്ഷേത്രത്തിൻ്റെ ചെറിയ ജനലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ വായു അറകളിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് ലിംഗം കാണുവാനാകും. എന്നാൽ നാം കണ്ടു പരിചയിച്ചിട്ടുള്ള രീതിയിലുള്ള ശിവലിംഗമല്ല ഇവിടെയുള്ളത്. സ്തൂപ ആകൃതിയിലുള്ള ശിവലിംഗമാണ്. അത് മജുദേഗയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇനിയുമുണ്ട് ക്ഷേത്ര പ്രത്യേകതകൾ പറയുവാൻ. മജുദേഗ ക്ഷേത്രത്തിന് ഈ തദ്ദേശവാസികൾ ഒരു നാമം നൽകിയിട്ടുണ്ട്. അതാണ് ഹിപ്പി ക്ഷേത്രം അല്ലെങ്കിൽ ഹിപ്പി മന്ദിർ. നമുക്കറിയാം 1960-70 കാലഘട്ടങ്ങൾ ഇന്ത്യയിലും ഹിപ്പി സംസ്കാരത്തിൻ്റെ ഒരു മാസ്മരികത നിറഞ്ഞു നിന്നിരുന്നു. അതേ ഒരു ദം അല്ലെങ്കിൽ അതേ ഒരു മേളം ആ കാലഘട്ടത്തിൽ ഇവിടെയും ഉണ്ടായിരുന്നുവെന്നും ധാരാളം ഹിപ്പികൾ ഇവിടെ വന്ന് അവരുടെ ആ മയക്കുമരുന്നിൻ്റെ മാസ്മരിക ലോകത്തിൽ ലയിച്ച് ചില സമയത്ത് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട അവസ്ഥകളിലൊക്കെ ഈ ക്ഷേത്രഭൂമിക്ക് ചുറ്റുവട്ടത്തും ഉണ്ടാകുമായിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഹിപ്പി ക്ഷേത്രം എന്ന പേര് വന്നത്. പടവുകൾ ഇറങ്ങി നേരെ കാണുന്ന ഒരു വെളുത്ത ക്ഷേത്രഭൂമിയും നാം കാണുന്നു. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമായ ഒരു മാതൃക. ഈ ആകൃതിക്കുള്ളിൽ നിലകൊള്ളുന്ന ഈശ്വര സാന്നിധ്യം എന്നല്ല പറയേണ്ടത്, ഇവിടെയുള്ള ചൈതന്യം മന്മഥനാണ്, കാമദേവൻ ചൈതന്യമാകുന്ന അല്ലെങ്കിൽ പ്രണയാർദ്രമായ അവസ്ഥകളിലേക്ക് മനുഷ്യനെ കൊണ്ടുചെല്ലുന്ന ദേവസങ്കല്പം ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഈ ക്ഷേത്രഭൂമിക്ക് മഹാദേവന് നേരെ മുന്നിൽ കാമദേവൻ നിലകൊള്ളുന്നു എന്നൊരു പ്രത്യേകത കൂടി വരുന്നു എന്ന് മനസ്സിലാക്കുവാനാകുന്നു. രാജകീയ മുദ്രകൾ ഓരോ കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഈ ക്ഷേത്രഭൂമി രാജാക്കന്മാർ വിവാഹം കഴിഞ്ഞും വിവാഹവേളകളും പ്രത്യേകിച്ചുള്ള ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുന്നത് ഈ ക്ഷേത്രഭൂമിയിൽ വെച്ചാണ്. ക്ഷേത്രഭൂമി ദർശനം നടന്നതിന് ശേഷം കാമദേവന് പ്രത്യേകിച്ച് പൂജകളും ചെയ്യാറുണ്ടായിരുന്നു അത്രേ. ഈ പറഞ്ഞ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് തരുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിലൂടെ പോയി തന്നെയാണ് നമ്മൾ കൈലാസത്തിലേക്ക് എത്തേണ്ടതും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഭാഗ്യമാണ് നേപ്പാളിൽ നമുക്ക് അത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത്. പ്രത്യേകിച്ച് ദർബാറി സ്ക്വയറിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-ൽ പരം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ദർബാറി സ്ക്വയർ എന്നുള്ളത്. കാലഭൈരവ ക്ഷേത്രമാവട്ടെ, മല്യ കിങ്ങിൻ്റെ പാലസ് ആവട്ടെ, അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രങ്ങളാകട്ടെ, കാമദേവൻ്റെ ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരു 1000-ൽ പരം സ്ഥലങ്ങൾ അതും തൊട്ട് നിറഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വളരെ അടുത്തടുത്തായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നേപ്പാൾ രാജ്യം അല്ലെങ്കിൽ ഇപ്പോൾ കാഠ്മണ്ഡു എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം മുഴുവനും ഒരു ക്ഷേത്രമാണോ എന്ന് നമുക്ക് തോന്നി, ഒരു വലിയൊരു ക്ഷേത്രമാണോ എന്ന് തോന്നുന്ന തരത്തിലാണ്. അത്ര അധികം പുണ്യസ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. തേജ് ഉത്സവത്തിൻ്റെ കാലങ്ങളിൽ ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ശൈവരും വൈഷ്ണവരും ജൈനരും എല്ലാം ഒത്തുചേർന്ന വിശാലമായ അങ്കണമാണിത്. നാം മഹാദേവ ക്ഷേത്രത്തിനും കാമദേവ ക്ഷേത്രത്തിനും ശേഷം പിന്നീടെത്തുന്നത് ഈ അങ്കണത്തിലാണ്. ഉത്സവത്തിൻ്റെ ഛായയുള്ള ആ അങ്കണത്തിൽ നിന്ന് പിന്നീട് മറ്റൊരു അടിത്തറയിലേക്ക്, ഒരല്പം കൂടി ഉയരമുള്ള അടിത്തറയിലേക്ക് കയറുന്നു. ഇവിടെയാണ് ശിവപാർവതി സങ്കല്പം നിലകൊള്ളുന്നത്. ശിവപാർവതി ക്ഷേത്രം നാം തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ 2 വശങ്ങളിലായി 2 സിംഹരൂപങ്ങളുണ്ട്. ആൺ പെൺ സിംഹരൂപങ്ങൾ കാവലാളുകളായി നിൽക്കുകയാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിനകത്ത് പടവുകൾ കടന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന രൂപങ്ങൾ കാണാം. ശിവപാർവതിമാരാണത്രേ ഇത്. ദേശത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കുകയാണ് ഇവർ. ഇവിടെ എത്തുന്ന ഭക്തർ തൃപ്തരാണോ എന്ന് അന്വേഷിക്കുകയാണത്രേ ഇങ്ങനെ നോക്കി നിന്നു. അതുമാത്രമല്ല, തേജ് ഉത്സവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വീക്ഷിക്കുന്നതും ശിവപാർവതിമാർ വീക്ഷിക്കുന്നതും ഇങ്ങനെ നിന്ന് തന്നെ. പെട്ടെന്ന് കടന്നു വരുമ്പോൾ ആ ദൃഷ്ടി ഏറ്റുവാങ്ങുമ്പോൾ ദൈവദർശനം ലഭിക്കുന്നത് പോലെ തന്നെ ഒരു പുണ്യം മനസ്സിലേക്ക് വരുന്നുമുണ്ട്. അങ്ങനെ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ശിവപാർവതി ദർശനം. കേരളത്തിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്നവർ വിസ്മയിച്ച് നിന്നു പോകും. അങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ നമുക്ക് ധാരാളം ക്ഷേത്രങ്ങളും പൈതൃകവും വിശ്വാസവും സംസ്കാരവും ഒക്കെ അറിയുന്നവരാണ് നാം. എന്നാൽ നാം ഇവിടെ എത്തുമ്പോൾ വിസ്മയിച്ച് പോകുന്ന തരത്തിൽ ഒരു ഊർജ്ജ തരംഗം പ്രവഹിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.
ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും പ്രശ്നം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പൈതൃക സമ്പത്താണ് നാം കാണുന്നത്. പക്ഷേ ഈ പൈതൃക സമ്പത്തിൻ്റെ സമ്പന്നത അല്ലെങ്കിൽ ആ ഓരോ സമ്പത്തിലും നിലകൊള്ളുന്ന കലാവിരുതിലായാലും ശരി, വിശ്വാസ രീതിയിലായാലും നിലകൊള്ളുന്ന സമ്പത്കരമായ ഒരു അവസ്ഥ, അതിനെ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല. ഇനിയൊരു ദേവീ ദർശന സൗഭാഗ്യം നേടിയെടുക്കും. പിങ്കളാദേവി, ഭദ്രികാദേവി, അൽക്കാദേവി എന്നിങ്ങനെ തുടങ്ങി 9 ദേവതമാർ നിലകൊള്ളുന്ന ശ്രീകോവിലാണ് ഇത്. ഒരേ ചുവരിൻ്റെ പുറം ചുവരുകളിലായി 4 പ്രത്യേക ഘട്ടങ്ങളിലായി നമുക്ക് 9 ദേവീ രൂപങ്ങളെ ഇവിടെ കാണുവാനാകുന്നു. ഇരുവശങ്ങളിലും തടിയിൽ തീർത്ത പുറം ചുമരുകളും അതിൽ പ്രത്യേക രീതിയിലുള്ള, പ്രത്യേക സങ്കല്പത്തിലുള്ള ബുദ്ധ മതത്തിൻ്റെ ഛായകളുള്ള ദ്വാരപാലകരെയും അതിനകത്തായാണ് നമുക്ക് ഈ 9 ദേവതമാരെ കാണുവാനാകുന്നത്. 12ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്ന് വിശ്വസിക്കുന്നു. ഷാ രാജവംശത്തിന് കീഴിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രഭൂമിയും നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു സൂചന പ്രകാരം ഇത് 1998 പുനർനിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഏറെക്കുറെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. പൃഥ്വിനാരായണ ഷാ എന്ന രാജാവിൻ്റെ ഏറ്റവും ഇളയ മകനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അത് 18ാം നൂറ്റാണ്ടിലാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സങ്കല്പവും ഇവിടെ കാണുവാനുണ്ട്. എന്നാൽ 12ാം നൂറ്റാണ്ടിലേതായ ചില ശില്പരീതികൾ ഇവിടെ ഉള്ളതുകൊണ്ട് ചരിത്രകാരന്മാർ തമ്മിൽ ഇപ്പോഴും ചെറിയ ചില തർക്കങ്ങളിലാണ്. അവർ പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ഈ കാണുന്ന മാതൃകയിൽ ശിവപാർവതി സങ്കല്പങ്ങൾ നിർമ്മിച്ചതാണ് 18ാം നൂറ്റാണ്ടിൽ എന്നുമാണ്. ഈ പഗോഡ നിർമ്മിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു മണിയാണിത്. ഈ മണി അതേ രാജാക്കന്മാരുടെ കാലഘട്ടം തന്നെ എന്നാണ് പറയുന്നത്. ഈ മണിക്ക് 2 ഉപയോഗമാണ് അത്രയും ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് ഈ ദേശത്ത് എന്തെങ്കിലും ഭീതിജനകമായ അല്ലെങ്കിൽ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിക്കുവാനായി ഇത് ഉച്ചത്തിൽ മുഴക്കിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ മണി ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു കാര്യം, ഇവിടെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന മല്ല രാജാക്കന്മാർ, അവരുടെ പരദേവതാ ക്ഷേത്രം ഇതിന് തൊട്ടടുത്തായി നമുക്ക് കാണുവാനാകും. ഈ പരദേവതാ ക്ഷേത്ര ഭൂമിയിൽ പൂജാരീതികൾ, പ്രത്യേകിച്ചുള്ള ആചാരങ്ങൾ നടക്കുന്ന സമയത്ത് ആ ആചാരത്തിന് പ്രത്യേകിച്ചൊരു ഭാവം നൽകുന്നതിന് വേണ്ടിയാണ് ഈ വലിയ മണി മുഴക്കിയിരുന്നത് എന്ന് പറയുന്നു. ഏതായാലും ഇന്ന് ഇവിടെ എത്തി ഈ മണിമുഴക്കം കാണുമ്പോൾ, ഈ മണി മുഴങ്ങുന്ന ഒച്ച കേൾക്കുമ്പോൾ ഭക്തിയുടെ വിശ്വാസങ്ങളെ ഉണർത്തി വരുന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നു. ബുദ്ധ ഭഗവാൻ തൻ്റെ കയ്യിലേന്തിയ കിണ്ണത്തിൽ നിന്ന് വെറും ചെറിയൊരു കടകോൽ കൊണ്ട് ഉണ്ടാക്കിയ ഓംകാരനാഥത്തിൻ്റെ ശ്രുതി നിറഞ്ഞു നിൽക്കുന്ന ദേശമാണ് ഇത്. അതേ ഓംകാരനാഥം തന്നെയാണ് ഈ മണിനാഥത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് അറിഞ്ഞ് ആസ്വദിക്കാനാവുക. ഇത് ശ്വേതഭൈരവദ്വാരം അഥവാ ശ്വേതഭൈരവ സാന്നിധ്യമുള്ള വലിയ കവാടം എന്നർത്ഥം. ഇന്നിപ്പോൾ നമുക്ക് പത്മതലത്തിൽ തടിയിൽ തീർത്തിട്ടുള്ള ധാരാളം അറകളും ഒക്കെയായിട്ടുള്ള വലിയൊരു വാതിലാണ് നാം കാണുന്നത്. ഈ വാതിലിനകത്തു കൂടി നമുക്ക് നോക്കിയാൽ കാണുവാനാകും അകത്ത് വളരെ വലിയ ഭീമാകാരമായൊരു രൂപം, ശ്വേതഭൈരവം എന്ന സങ്കല്പം നിലകൊള്ളുന്നു. വായി തുറന്ന് നിൽക്കുന്ന രൂപം ഒരു നാഗശിരസിന് മുകളിൽ അല്ലെങ്കിൽ ഒരു കൂർമ്മത്തിൻ്റെ ശിരസിന് മുകളിൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. വ്യക്തമായി കാണണമെങ്കിൽ ഈ വാതായനങ്ങൾ തുറക്കണം. പക്ഷേ അതിന് നമുക്ക് ഒക്ടോബർ മാസം വരെയും കാത്തിരിക്കേണ്ടതുണ്ട്. ഒക്ടോബർ മാസത്തിലെ ഉത്സവ നാളുകളിലാണ് ഈ വാതായനം മാറ്റുകയും ഭൈരവരവും ശ്വേതഭൈരവം എന്ന സങ്കല്പം പൂർണ്ണമായും നമുക്ക് കാണുവാനുമാകുന്നത്. ശ്വേതം എന്നത് വെളുത്ത നിറത്തിനെ സൂചിപ്പിക്കുന്നു. വെളുത്ത നിറം ഈശ്വര സങ്കല്പങ്ങളോട് ചേരുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ വരുന്നത് ഒക്കെ ജൈനമതത്തിൻ്റെ വിശ്വാസമാണ്. ഹിന്ദുമതവും ബുദ്ധമതവും സമ്മേളിക്കുന്ന, ശൈവവും വൈഷ്ണവും സമ്മേളിക്കുന്ന കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇതാ ജൈനമതത്തിൻ്റെ സൂചനകൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയാണ്. അതാണ് ശ്വേതഭൈരവ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശ്വേതഭൈരവ ക്ഷേത്രത്തിൻ്റെ ഈ വലിയ വാതായനം ഒക്ടോബറിൽ തുറക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ താഴെയായി 2 സിംഹരൂപങ്ങളും കാണുവാനാകുന്നുണ്ട്. ഇനി മറ്റൊരു സവിശേഷതയുണ്ട് ഈ വാതായനത്തിന്. ഇരുവശങ്ങളിലുമായി 2 ജനാലകൾ കാണുവാനാകുന്നു. അതിൽ ഒന്ന് സൂര്യരൂപം ആലേഖനം ചെയ്തിട്ടുള്ളതാണ്. ആ ജനാലയിലൂടെ സൂര്യോദയം നന്നായി വ്യക്തമായി കാണുവാനാകുന്നു. മറ്റൊന്നാകട്ടെ ചന്ദ്രൻ്റെ ആകൃതിയിലുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് കാണുവാനാകുന്നത് സൂര്യാസ്തമയവും ചന്ദ്രൻ്റെ വരവുമാണ്. അങ്ങനെ ഒരുപാട് സവിശേഷത
ഇവിടെ നമുക്ക് കാണുവാനാവുക. രാജകീയമായ ഔന്നത്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഗാംഭീര്യം ആഗ്രഹിക്കുമ്പോഴും ആ ഗാംഭീര്യത്തിനൊപ്പം തന്നെ ദൈവ ആരാധനയിലും അവർ അതുപോലെ തന്നെ വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാനാകുന്നു ഈ സ്തൂപം കാണുമ്പോൾ. ഒൻപത് നിലകളുള്ള ഒരു കൊട്ടാരവും പിന്നെ മരത്തിൽ തീർത്തൊരു മണ്ഡപവും, കഷ്ടപ് മണ്ഡപ് എന്നറിയപ്പെടുന്ന മണ്ഡപവും ഉള്ള കാഠ്മണ്ഡുവിലെ ദർബാരി സ്ക്വയർ കാണുവാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഒരു ചെറിയ 2 സിംഹങ്ങൾ, ദൃഷ്ടി ദോഷം തീർക്കാനായിരിക്കുന്ന 2 സിംഹങ്ങൾ കടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നീട് കണ്ടത് മുഴുവനും അവിശ്വസനീയമായ കാഴ്ചകളാണ്. അവിശ്വസനീയമായ പൈതൃക സമ്പത്തിൻ്റെ കാഴ്ചകളാണ്. ഉയർന്നു നിൽക്കുന്ന ഓരോ പഗോഡകളിലും ഓരോരോ ഈശ്വരമൂർത്തികൾ. പക്ഷേ ഇവിടുത്തെ ഈ ഓം എന്ന നാദമാണ് ഈ ശബ്ദത്തിൽ നിന്ന് നാം കേൾക്കുക. ബുദ്ധ സന്യാസിമാരുടെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനമാണ് ഓം ബണിപത്നേ ഹും എന്ന മന്ത്രം. ദൈവം നമ്മെ കാത്തുരക്ഷിക്കുന്നുവെന്ന്, നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ സൗഖ്യങ്ങളും നൽകുന്നുവെന്ന്, എല്ലാവരിലും സൗഖ്യം നിറയുന്നുവെന്ന് ഈ പ്രാർത്ഥന കൊണ്ട് അർത്ഥമാകുന്നു. അതുമാത്രമല്ല, ഈ നാദത്തിൽ നിന്ന് ഓം എന്നാണ് നാം കേൾക്കുന്നത്. ഓം എന്ന ശബ്ദത്തിൻ്റെ, ഓം എന്ന അനുഭവത്തിൻ്റെ, ഓം എന്ന ജീവിതത്തിൻ്റെ വ്യക്തത, പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ ശക്തി, ശബ്ദം. ആ ഓം നാദം ഏവരിലും സൗഖ്യം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.